ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ വരും വർഷങ്ങളിൽ 100% എത്തനോൾ മിശ്രിതം നടപ്പിലാക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നുവെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ ലഭ്യതയെ ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഈ നിർണായക നീക്കം. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് പരിസ്ഥിതി സൗഹൃദമായ ബദൽ മാർഗങ്ങളിലേക്ക് രാജ്യം മാറേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ പെട്രോൾ ആവശ്യകതയുടെ 87% ഇറക്കുമതിയെയാണ് ഇന്ത്യ ആശ്രയിക്കുന്നത്. ഇതിനായി പ്രതിവർഷം 22 ലക്ഷം കോടി രൂപയോളമാണ് രാജ്യം ചെലവഴിക്കുന്നത്. ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾ 100% എഥനോൾ മിശ്രിതം വിജയകരമായി നടപ്പിലാക്കിയത് ഇന്ത്യക്കും മാതൃകയാണെന്ന് ഗ്രീൻ ട്രാൻസ്പോർട്ട് കോൺക്ലേവിൽ സംസാരിക്കവേ മന്ത്രി ചൂണ്ടിക്കാട്ടി. 2025 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ഇന്ധനക്ഷമതാ മാനദണ്ഡങ്ങൾ ഇലക്ട്രിക് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളെ ബാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹൈഡ്രജൻ ഇന്ധനമാണ് ഭാവിയുടെ ഇന്ധനമെന്നും മാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് നാം മാറണമെന്നും ഗഡ്കരി പറഞ്ഞു. 1 കിലോ ഹൈഡ്രജന്റെ ഉൽപ്പാദന ചെലവ് $1 എത്തിക്കാൻ സാധിച്ചാൽ ഇന്ത്യക്ക് ലോകത്തിലെ തന്നെ വലിയ ഊർജ്ജ കയറ്റുമതി രാജ്യമായി മാറാൻ സാധിക്കും. പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഉപേക്ഷിക്കാൻ ആരെയും നിർബന്ധിക്കില്ലെന്നും ഗുണനിലവാരമുള്ള ബദൽ ഇന്ധന വാഹനങ്ങൾ വിപണിയിൽ എത്തിക്കാൻ നിർമ്മാതാക്കൾ ശ്രദ്ധിക്കണമെന്നും എഥനോൾ മിശ്രിതത്തിനെതിരായ തെറ്റായ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattannur.